ആറ്റുകാൽ പൊങ്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി തിരുവനന്തപുരം നഗരസഭ. ക്ഷേത്ര പരിസരത്തെ ഗ്രൗണ്ടിൽ നിന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കമലേഷാണ് വിവരങ്ങൾ നൽകാനുള്ളത്. കമലേഷ്, സാധാരണഗതിയിൽ എല്ലാ വർഷവും വളരെ വേഗം തന്നെ നഗരസഭ ഇടപെട്ട് സജീവമായ പ്രവർത്തനത്തോടുകൂടി വളരെ വേഗം തന്നെ ഈ മലിനീകരണം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നടത്താറുള്ളതാണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. അതിനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ എവിടെ വരെ, എങ്ങനെ തുടങ്ങി? യെസ്, കമലേഷ്, ആറ്റുകാൽ കമലേഷ് കേൾക്കുന്നുണ്ടല്ലോ? യെസ്, നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെ തുടങ്ങി? സാധാരണഗതിയിൽ വളരെ വേഗം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയും നഗരം വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കുകയും ചെയ്യുന്നതാണ്. ഇത്തവണ അതിനുള്ള ശ്രമങ്ങൾ എങ്ങനെ, എവിടെ വരെ എത്തി? അന്ന തീർച്ചയായും 3 മണിയോടുകൂടി തന്നെ ഈ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന വലിയ പ്രവർത്തനം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായി ഇവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റെവിടെയും കാണാത്ത നിലയിൽ ഒരു വലിയ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ മഹോത്സവമാണ് തിരുവനന്തപുരത്ത്. ഈ തിരുവനന്തപുരം ജില്ലയിലെ 30 വാർഡുകളിലായാണ് ഈ മഹോത്സവം, അതായത് ഈ 30 വാർഡുകളെയാണ് ഇതിൻ്റെ ഏരിയയായി നഗരസഭ കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിലയിൽ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് JHIമാരുടെ, അതായത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും 3000-ലേറെ തൊഴിലാളികൾ, നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ അടക്കം 3000-ലേറെ തൊഴിലാളികളാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്, ശുചീകരണ പ്രവർത്തനങ്ങളിൽ. അതോടൊപ്പം 1 മണിക്കൂർ കൊണ്ട് തന്നെ നഗരത്തെ പഴയപടിയാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ നഗരത്തെ ശുചിയാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ചുടുകട്ടകളുണ്ട്, അതായത് ഈ അടുപ്പ് കൂട്ടുന്ന, പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി അടുപ്പ് കൂട്ടുന്ന ചുടുകട്ടകളും ഈ റോഡിൻ്റെ വശങ്ങളിലെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട നിലയിൽ കാണുന്നുണ്ട്. അവയും ശേഖരിച്ച് ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനാവശ്യമായ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ ചുടുകട്ടകൾ ഉപയോഗപ്പെടുത്താനാണ് ഇക്കുറി നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ 30ഓളം സ്ക്വാഡുകൾ, അതായത് ജില്ലയിലെ 30 വാർഡുകളെയാണ് ഈ ഉത്സവ മേഖലയായി തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ നിലയിൽ കാണുന്നത്. ആ 30 മേഖലകളിലും സ്ക്വാഡുകളായി തിരിഞ്ഞ് 3000-ലേറെ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ ഈ നഗരത്തെ വെടിപ്പാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇനിയിപ്പോൾ, അതായത് രാവിലെ മുതൽ ആരംഭിച്ച പൊങ്കാല മഹോത്സവത്തിൻ്റെ ഏറ്റവും മിഴിവാർന്ന ദൃശ്യങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നഗരത്തെ പഴയപടിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അന്ന. യെസ്, കമലേഷ്, വലിയ വെയിലുള്ള സമയമാണ്. അപ്പോൾ പോലും സജീവമായി മലിനീകരണം ഉണ്ടാവാത്ത വിധത്തിൽ വളരെ വേഗം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. നഗരസഭ അതിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ തീർച്ചയായും കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി പൊങ്കാല അർപ്പിക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഏതാണ്ട് 1:30 മണിയോടുകൂടി തന്നെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. ആ നിമിഷം തന്നെ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ കനത്ത ചൂട് കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതില്ല എന്ന് മന്ത്രിയടക്കം, അല്ലെങ്കിൽ നഗരസഭയടക്കം തീരുമാനിച്ചത്. അതിനുശേഷം 3 മണിയോടുകൂടിയാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ കടന്നിട്ടുള്ളത്. വലിയ ചൂട് ഇപ്പോഴുമുണ്ട്, പക്ഷേ ആ ചൂട് വകവെക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഈ നഗരത്തെ, ഇനിയിപ്പോൾ ആളുകൾക്ക് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങേണ്ട സാഹചര്യമുണ്ട്, നടന്നു പോകേണ്ട സാഹചര്യമുണ്ട്. അതിന് കഴിയാത്ത വിധത്തിൽ ഈ ആകെ മലീമസമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ റോഡുകളെല്ലാം ഉള്ളത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന്, അതായത് 3 മണിക്ക് ആരംഭിച്ച് 4 മണിയോടടുപ്പിച്ച് തന്നെ ഈ നഗരം ഏറ്റവും വൃത്തിയോഗ്യമായ നിലയിലേക്ക് മാറ്റുക എന്നുള്ള ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെയാണ് നഗരസഭയും അതിൻ്റെ ശുചീകരണ തൊഴിലാളികളും ഉള്ളത്. അതോടൊപ്പം ഈ രാത്രിയോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയുണ്ട്. അതായത് കരിയും പുകയും ഒക്കെയുള്ള, അല്ലെങ്കിൽ റോഡിലാകെ ഇത്തരത്തിൽ ഈ ചാരമടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവയൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടി രാത്രി ഒരു കൃത്രിമ മഴ പെയ്യിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണകളിലൊക്കെ അത് കണ്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഒരു 10 മണിയോട് കൂടിയായിരിക്കും ഈ കൃത്രിമ മഴയടക്കം നഗരങ്ങളിലെ നിരത്തുകളിൽ പെയ്യിച്ചുകൊണ്ട് കൂടുതൽ
ഈ നിരത്ത് ശുചിയാക്കുന്ന ഒരു കാര്യം കൂടി നടക്കുക. അതോടുകൂടിയായിരിക്കും ഈ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കുക. ശരി, ആറ്റുകാൽ പൊങ്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. വളരെ വേഗം മാലിന്യങ്ങൾ നീക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയിരിക്കുന്നു. കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.